ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാഷൻ ആൻഡ് വെൽനസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്കിൻ കണ്ടീഷനായ മെലാസ്മ, അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഫെമിലിയറായ വേർഡിൽ പറയുവാണെങ്കിൽ കരിമാംഗല്യത്തെക്കുറിച്ച് പറയാനാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ കുറച്ച് ഡിസ്കളറേഷൻ ഉണ്ടാക്കും. അതായത് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലൂ ഗ്രേ പാച്ചസ് നമ്മുടെ സ്കിന്നിൽ ഫോം ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പോട്ട് ഫോമിലായിരിക്കാം. അത് സ്ത്രീകളിലും പുരുഷന്മാർക്കും ഒക്കെ കാണപ്പെടുന്ന ഒരു സ്കിൻ കണ്ടീഷനാണ്. അപ്പോൾ ഈ കരിമാംഗല്യം എന്ന് പറയുന്ന മെലാസ്മ എന്ന് പറയുന്ന കണ്ടീഷൻ എന്തുകൊണ്ടാണ് വരുന്നത്, അതിൻ്റെ ഏതൊക്കെ ഏജ് ഗ്രൂപ്പ്സിലായിരിക്കും അത് കോമൺ ആയിട്ട് കാണുന്നത്, അത് എന്തിൻ്റെയൊക്കെ സൈഡ് ഇഫക്റ്റ് ആയിട്ടോ അത് എന്തുകൊണ്ടായിരിക്കാം വരുന്നത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ പ്രിവെൻഷൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മെലാസ്മയെ ട്രിഗർ ചെയ്യുന്ന, അതായത് മെലാസ്മ കോസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് മെയിൻലി ചിലപ്പോൾ ആൻറ്റി സീഷർ മെഡിക്കേഷൻ എടുക്കുന്ന ആൾക്കാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കോൺട്രാസെപ്റ്റീവ് പിൽ തെറാപ്പി അങ്ങനെ ഉള്ള ആൾക്കാർക്ക്, പിന്നെ ജനറ്റിക് ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് 33 to 50% വരെ. പിന്നെ ഹൈപ്പോതൈറോയിഡിസം, പ്രഗ്നൻസിയിൽ വന്നിട്ട് അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് അത് മാറുന്ന കേസസും ഉണ്ട്. പിന്നെ ഹോർമോണൽ ഇഷ്യൂസിൻ്റെ ഒരു റീസൺ പറയുന്നുണ്ട്. പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലുള്ള സൈഡ് എഫക്ട്സ് ആയിട്ട് നമ്മൾ മെലാസ്മ വരാറുണ്ട്. പിന്നെ NSAID, അതായത് ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എടുക്കുമ്പോഴത്തേക്കും ആൻറ്റിബയോട്ടിക്സ്, ഡയൂറിറ്റിക്സ്, ഇതൊക്കെ ഇത് ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ സോപ്സ്, പിന്നെ ഡയറക്റ്റായിട്ട് UV റേഡിയേഷൻസ്, അതായത് നമ്മുടെ സൺ എക്സ്പോഷർ ഓവർ ആകുമ്പോഴത്തേക്കും UV റേഡിയേഷൻസ് കാരണവും മെലാസ്മ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഫുഡ് പറയുവാണെങ്കിൽ നമ്മൾ ചില ഫുഡ് ഐറ്റംസ്, അതായത് മിൽക്ക്, അതുപോലെ യോഗേർട്ട്, എഗ്സ്, മീറ്റ്, മഷ്റൂം, ഓയിലി ഫിഷസ്, ഓറഞ്ച് ജ്യൂസസ്, ഇതൊക്കെ മെലാസ്മ വരാനുള്ള ചാൻസസ് ഉണ്ടാക്കും. ഏജ് ഗ്രൂപ്പിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 20 to 40 ഇയേഴ്സ് മുതലുള്ള ആൾക്കാർക്കാണ്. പിന്നെ പ്രഗ്നൻറ്റ് വുമൻസിനകത്ത് കേസിൽ നോക്കുവാണെങ്കിൽ കോമൺലി നമ്മൾ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ 15 to 50% പ്രഗ്നൻറ്റ് വുമൻസിൽ ഇത് കാണാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് കാര്യം പറയുന്നതിന് മുന്നേ ഇപ്പം ജസ്റ്റ് ഫെയ്ഡിങ് ഓഫ് സ്കിന്നോ അല്ലെങ്കിൽ സ്കിൻ ഡിസ്കളറേഷനോ കണ്ട ഉടനെ അത് മെലാസ്മയാണെന്ന് നിങ്ങൾ കൺഫേം ചെയ്യാതിരിക്കുക. ആദ്യം ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറിൻ്റെ അടുത്ത് പോയി അത് ഡയഗ്നോസ് ചെയ്ത് അത് മെലാസ്മയാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഡോക്ടർ തന്നെ നിങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പം ഡോക്ടർ നിങ്ങൾക്ക് സൺസ്ക്രീൻ SPF 30 to 50 എബവ് ഉള്ള ഒരു സൺസ്ക്രീൻ 2 hours ഇൻ്റർവെല്ലിൽ അപ്ലൈ ചെയ്യാൻ പറയും. പിന്നെ അതുപോലെ അസൈലിക് ആസിഡ്, കോർട്ടിക്കോസ്റ്റീറോയിഡ് ഡ്രഗ്സ് ആയ ഹൈഡ്രോകോർട്ടിസോൺ, മെത്തിമസോൾ, പിന്നെ ട്രെറ്റിനോയിൻ, പിന്നെ ട്രെനക്സമിനിക് ആസിഡ്, ഇതൊക്കെ ആയിരിക്കും ട്രീറ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ പ്രൊസീജിയറൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കെമിക്കൽ പീൽസ്, പിന്നെ ലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലേസേഴ്സ്, ഇതുപോലുള്ള പ്രൊസീജിയേഴ്സും ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രിവെൻഷൻ ആയിട്ട് പറയുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മൾ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക. അതുപോലെ നമുക്ക് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു എലിമെൻ്റ് ആണ്. അപ്പം വൈറ്റമിൻ ഡി ലെവൽ കൺട്രോൾഡ് ആയിട്ട് വെക്കുക. ഡെഫിഷ്യൻസി ഉള്ളവർ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സിംറ്റംസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡറിൻ്റെ അടുത്ത് പോയി അത് ഡയഗ്നോസ് ചെയ്ത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ അത് ക്യൂർ ചെയ്യാൻ നോക്കുക. അത് സിവിയർ ആയി കഴിഞ്ഞാൽ ചിലപ്പം അത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഡയഗ്നോസ് ചെയ്ത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എത്ര പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും അത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.